ഇന്ന് മുട്ട ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് 160 മില്ലി വെള്ളം ഒരു ബൗളിലേക്ക് എടുക്കാം. ഇളം ചൂടുള്ള വെള്ളം വേണം എടുക്കാൻ. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 3/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം. പിന്നെ 300 ഗ്രാം മൈദ, അതായത് 250 മില്ലിയുടെ കപ്പിന് അമർത്തി അളന്നെടുത്തിട്ടുള്ള 2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യം കൈകൊണ്ട് കുഴയ്ക്കുന്നതിന് മുമ്പ് ഒരു സ്ക്രേപ്പറോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലോ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് നേരം ഇത് ഈ മാവ് നല്ല സ്മൂത്തായി വരുന്നത് വരെ കുഴച്ചെടുക്കാം. മാവ് ഇവിടെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം, ഒരു 1-1.5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ ഒരു 4 അല്ലെങ്കിൽ 5 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു നുള്ള് ചെറിയ ജീരകം ചേർത്ത് മൂപ്പിക്കുക. ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതും 2-3 പച്ചമുളക് അരിഞ്ഞിട്ടുള്ളതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പും ചേർക്കാം. ഇനി തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് യോജിപ്പിക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ചിക്കിയെടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുള്ളതും കൂടി ചേർക്കുക. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് മാറ്റി വയ്ക്കാം. മാവ് ഇവിടെ 1 മണിക്കൂർ നേരമായിട്ട് റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇനി ഇത് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരേ വലിപ്പത്തിലുള്ള 8 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണോ ഇത് ചെയ്തെടുക്കേണ്ടത് അതനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സ്നാക്കായിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ബോൾ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇത് കുറഞ്ഞതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ച ബോൾ എടുക്കുക. എന്നിട്ട് ആ റെസ്റ്റ് ചെയ്തിരുന്ന വശം മുകളിലേക്ക് ആകത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇത് പരത്തിയെടുക്കാം. ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം. നന്നായിട്ട് കനം കുറച്ച് തന്നെ പരത്തുക. നടുഭാഗത്ത് കുറച്ച് വീതിയിൽ വേണം പരത്താൻ. പരത്തുമ്പോൾ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ കോലിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തടവി കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ബേക്കിംഗ് ഷീറ്റ് വിരിച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം. 1-2 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് തയ്യാറാക്കിയിട്ടുള്ള മുട്ടയുടെ ആ മിശ്രിതം ആവശ്യാനുസരണം വെച്ച് കൊടുക്കുക. മുകളിലായിട്ട് കുറച്ച് ചീസും വെച്ച് കൊടുക്കുക. ഞാനിവിടെ മൊസറല്ല ചീസും ചെഡാർ ചീസും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ 2 അരികിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിച്ച് വെക്കുക. രണ്ടറ്റും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വയ്ക്കുക. കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിന് എഗ് വാഷ് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളുത്ത എണ്ണ സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് കറുത്ത എള്ളും കൂടി സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സീഡ് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി,
പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത്, ഒലീവ് റിങ്സ് ഇത്രയും വെക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ 2 കൂടി ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാക്കിയിട്ടുള്ള ഓവനിൽ 190 ഡിഗ്രി സെൽഷ്യസിൽ 15 തൊട്ട് 18 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പസമയം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ചെറു ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കിവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.